ഹായ്. അപ്പം ഇന്ന് ഞങ്ങളെ പണി എന്താ അറിയോ? ഈ ഒരു വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഒരു 3 വരി കൊണ്ട് കട്ട പടവ് ചെയ്യാൻ. അത്രേ ഉള്ളൂ പരിപാടി. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു 1 1/2 മണിക്കൂർ ഓടി വന്നാൽ ഇതിൻ്റെ വീടിൻ്റെ ഓണർക്ക് ഞങ്ങൾ തന്നെ വരാമെന്ന ഒരേ ഒരു നിർബന്ധം. സംഭവം സിമ്പിൾ പരിപാടിയാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ ഞങ്ങൾ ചെയ്തതെന്നുള്ള കാര്യം. അതായത് അവിടെ ഒരു വരി കട്ട വെച്ചത് കാണില്ലേ? അതെന്താ സംഭവം എന്നറിയോ? അത് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണേ. അത് മൂപ്പർക്ക് തൃപ്തിയായില്ല. തൃപ്തിയായില്ല അത് ശരിയായിട്ടില്ലേനും. കാരണം അവർ ഒട്ടിച്ച് ആകെ എരപ്പാക്കിയിട്ടുണ്ട്. കാരണം ആ കട്ടേമ്മൽ ഫുള്ള് സിമെൻ്റാക്കി ആകെ കളറാകെ മാറിയണേ. ഇത് തേക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുതലാളീൻ്റെ ഒരു ആഗ്രഹമാണ്. കുറച്ച് ഭാഗമെങ്കിലും തേക്കാത്ത കട്ട എക്സ്പോസ് ചെയ്തിട്ട് ഈ ഒരു വീട്ടിൽ വേണമെന്ന്. അപ്പോൾ അത് സിറ്റ് ഔട്ടിൽ ചാരുപടീൻ്റെ അടിയിൽ ഒരു 3 വരിയെങ്കിലും അങ്ങനെ വേണമെന്നുള്ളൊരു ആഗ്രഹപ്രകാരം അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അതായത് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ചെടി വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയൊരു വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു പരിപാടി. അപ്പം ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യണ സമയത്ത്, തേക്കാതെ ചെയ്യണ സമയത്ത് സംഭവം വേറൊന്നും ചെയ്യാനില്ല. കള്ളപ്പണി എടുക്കരുതെന്ന് മാത്രം. കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്താൽ സംഭവം റെഡിയാവും. അത്ര സിമ്പിളാണ് പരിപാടി. ഞങ്ങൾ ഈ ഒരു അറ്റത്തും ആ അറ്റത്തും ഒരു കട്ട കറക്റ്റ് ലെവലിൽ, അതായത് നമുക്ക് ഗ്രൂവിൻ്റെ എത്ര കനം വേണോ ആ ഒരു കനം കറക്റ്റാക്കിയിട്ട് എന്തെങ്കിലും ഒരു റീപ്പറോ ചെറിയൊരു കനത്തിനനുസരിച്ചുള്ള ഒരു മരക്കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് മസാല നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ 2 തലക്കിൽ ഓരോന്ന് വെച്ചിട്ട് കറക്റ്റ് നൂല് കെട്ടിയിട്ട് ആ നൂല് കണക്കായിട്ട് ബാക്കിയുള്ള കട്ടകളൊക്കെ വെച്ചാൽ തന്നെ റെഡി ആയിട്ടോ. പിന്നെ നമുക്ക് നേരെ അടിയിൽ വരുന്ന ഗ്രൂ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട വെച്ചതിന് ശേഷം കുറച്ച് ഉള്ളോട്ട് മെല്ലെ തള്ളി കൊടുത്താൽ മതി മസാല. അതുപോലെ തന്നെ ഒരു 2 കട്ടൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഇടല്ലോ, അത് ആ ഗ്യാപ്പ് എത്ര അകലം വേണം നോക്കിയിട്ട് ആ അകലം കണക്കാക്കി വെച്ചിട്ട് അതിൽ നല്ല കറക്റ്റായിട്ട് മസാല കുത്തി ഇറക്കന്നെ വേണം. ഇറക്കിയതിന് ശേഷം അത് കുറച്ച് ഉള്ളോട്ട് തള്ളി കൊടുത്താൽ കുത്തനുള്ള ഗ്രൂവും റെഡി ആയിട്ടോ. സാധാരണ പടവ് ചെയ്യണ പോലെ തന്നെ കുറച്ചും കൂടി നന്നാക്കി ചെയ്യണമെന്ന് മാത്രം. കറക്റ്റാക്കിയിട്ട് ചെയ്യണം. ഒരു പോയിൻ്റ് പോലും വിടാൻ പാടില്ല. വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് നോക്കണ സമയത്ത് വളഞ്ഞ് തിരിഞ്ഞ് ആ ഒരു ലൈന് പോവും. കറക്റ്റ് ലൈന് ക്ലിയറാക്കി വെക്കാമെന്ന് മാത്രം ചെയ്യാനുള്ളൂ കേട്ടോ. അതിപ്പോൾ അത്ര വലിയ ഉള്ളൊരു പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഞങ്ങളെ എന്തായാലും ഒരു വരി 1-2 വരി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുകളിലത്തെ ഒരു വരി എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ഒരു വരി അവിടെ തന്നെ നിർത്തിയിരുന്നു കേട്ടോ. ഏതായാലും അവിടെ ഒരു തറ ചെറുതായിട്ട് വേണമല്ലോ. ആ ഒരു വരി നമ്മൾ തറയാക്കിയിട്ട് തേക്കാനാണ് വിചാരിച്ചത്. ബാക്കിയുള്ള 3 വരി തേക്കാത്ത രീതിയിൽ വെക്കാൻ വേണ്ടി ഏകദേശം ഒരു 1/2-3/4 മണിക്കൂർ കൊണ്ട് ഞങ്ങളെ പരിപാടി തീർന്നു കേട്ടോ. അവിടെ ഞങ്ങൾ മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നേ. മുന്നേ ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഒരു പാരപ്പറ്റ് കെട്ടാൻ സംഭവം ഏറ്റവും മുകളിൽ ഓപ്പൺ ടെറസിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ടേ ഓടൊക്കെ ഇട്ടിരുന്നു കേട്ടോ. സംഭവം നല്ലൊരു പരിപാടി കേട്ടോ. അത് വീടിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ആട്ടോ ഈ സംഭവം എല്ലാ വീട്ടിലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എല്ലാ വീടും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ വീട് പിന്നെ മഴയും വെയിലൊന്നും കൊള്ളാതെ ഒരിക്കലും കേടുവരില്ല. നല്ലൊരു സംഭവമാണ് അങ്ങനെ പൈസ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. സംഭവം അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ ഒരു പാരപ്പറ്റ് ഇതേപോലെ തേക്കാത്ത രീതിയിൽ ഏറ്റവും മുകളിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വർക്ക് മുതലാളിക്കെല്ലാം ഇഷ്ടപ്പെടുന്നു. അതേപോലെ ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു അതേപോലെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, ഇവിടുത്തെ ആൾക്കാർക്ക് ഞങ്ങൾ ചെയ്ത പോലെ പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ശരിയാവായിട്ട് ഞങ്ങൾ തന്നെ വന്ന് ചെയ്യേണ്ടി വന്നിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു 3 വരി വെച്ച ചെറിയൊരു വിശേഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ഇതൊരു വരിക്ക് 12 കട്ടയായിട്ട് വന്നിട്ടുള്ളത്, 3 വരിക്ക് 36 കട്ട. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു പടവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ മസാലയിൽ കാവി ചേർത്തിട്ടുണ്ട് കേട്ടോ. കാവി ചേർത്തപ്പോൾ നല്ല ചുവന്ന കളർ വന്നപ്പോൾ ഈ ഒരു പടവ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു രസം കേട്ടോ കാണാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കാൻ കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടാൻ കാരണം കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് പറയുമ്പം ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെക്കട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രോത്സാഹനമാണ്. അപ്പം അടുത്തൊരു അടിപൊളി വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തട്ടെ. ബായ്.